പരിഹാസം പലഹാരമല്ല. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണ ചിന്ത, ഹൗ ടു ഡീൽ വിത്ത് പീപ്പിൾ ഹൂ മോക്ക് യു. നമ്മുടെ ചുറ്റിലും എല്ലായ്പ്പോഴും നന്മ നിറഞ്ഞ മനസ്സുകൾ മാത്രമല്ല ഉണ്ടാവുക അല്ലേ. നമ്മളൊരു റോസാ ചെടി കാണുമ്പോൾ ആ പൂ മാത്രമാണ് കാണാറ്. അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള മുള്ളുകളൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ. പക്ഷെ ചിലർ അങ്ങനെയല്ല, മുള്ളുകൾ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ ആ മുള്ളുകളെ ശ്രദ്ധിക്കാനാണ് താല്പര്യം. കാരണം അവർക്ക് മോക്കിംഗ് എന്നുള്ളതൊരു ഹാബിറ്റാണ്. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പരിഹസിക്കണം. പരിഹസിച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ. ചിലർ പറയില്ലേ, കല്ല് കൊണ്ട് എറിഞ്ഞാൽ വേദനിക്കും. ചിലരല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കല്ലുകൊണ്ട് നമ്മൾ ഒരാളെ എറിഞ്ഞാൽ അയാൾക്ക് വേദനിക്കും. അതുപോലെ തന്നെ വടി കൊണ്ടടിച്ചാലും വേദനിക്കും. പക്ഷേ വാക്കുകൊണ്ട് കിട്ടുന്ന മുറിവ് വേദനിക്കില്ല എന്നാ പറയാ അല്ലേ. പക്ഷെ വേദനിക്കും. എവിടെയാണ് ആ വേദനിക്കുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ആ വേദന നമുക്ക് കിട്ടുന്നത്. നമുക്കതൊരു ഫിസിക്കലായിട്ടുള്ള പെയിൻ അല്ല, അത് മനസ്സിലാണ് നമുക്ക് ആ പെയിൻ കിട്ടുന്നത്. അത് മാറാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മളൊരാളെ പരിഹസിക്കുമ്പോൾ, അയാളെ മോക്ക് ചെയ്യുമ്പോൾ, ഓൾവേസ് റിമെമ്പർ ഇറ്റ് വിൽ ഹേർട്ട് ദറ്റ് പേഴ്സൺ എനിവേ. ഏതൊരു തരത്തിൽ നിങ്ങൾ മോക്ക് ചെയ്തോ അയാൾക്ക് അത് ഹേർട്ട്ഫുൾ ഫീലിംഗ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മളൊരു തമാശ പറഞ്ഞുകൊണ്ട് അയാൾക്ക് എന്താന്ന്. നമ്മുടെ ഒരു തമാശ നമുക്കൊരു ഈവനിങ് സ്നാക്ക് പോലെയാണ് ഒരു തമാശ പറയണത്. പക്ഷെ അയാൾക്ക് അങ്ങനെ ആവില്ല. അയാൾക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടണ വിഷമായിരിക്കും. അതിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ് മറ്റേ ആളെന്നെ എങ്ങനെ പരിഹസിച്ചത്? അത് വിഷമാണ് അയാൾക്ക്. എന്തെങ്കിലും ഒരു കുഞ്ഞു റീസൺ ആയിരിക്കും നിങ്ങൾ പരിഹസിക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പുറത്തെ ആളുടെ മനസ്സുകൂടി കാണാം പരിഹസിക്കുന്നവർ. ഇനി പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? കരഞ്ഞാലോ? കരഞ്ഞാൽ മറ്റുള്ള അപ്പുറത്തുള്ള ആൾ വിചാരിക്കും, തൊട്ടപ്പുറത്ത് നമ്മളെ പരിഹസിക്കുന്നവന് നല്ലൊരു ബുള്ളിങ് മെറ്റീരിയൽ കിട്ടി, എനിക്ക് നല്ലൊരു കഴുതയെ കിട്ടി വീണ്ടും വീണ്ടും പരിഹസിക്കാൻ. ആൻഡ് ഷിയോർ ഹി ഈസ് മൈ ടൂൾ. അവനാണ്, എൻ്റെ അപ്പുറത്തുള്ള ആളാണ് എൻ്റെ ടൂള്. കൂടുതൽ പരിഹസിക്കാൻ വേണ്ടി, എനിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ടൂള് അപ്പുറത്തെ ആളാണെന്ന് വിചാരിച്ച് വീണ്ടും നമ്മളെ മോക്ക് ചെയ്യുന്ന ആൾ, നമ്മളെ ഒരാൾ ബുള്ളി ചെയ്യുന്ന ആൾ വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ വാട്ട് വി ക്യാൻ ഡു? വി ക്യാൻ ഇഗ്നോർ. നമുക്കതിനെ ഇഗ്നോർ ചെയ്യാം, അവഗണിക്കാം. അയാൾ നമ്മളെ പരിഹസിക്കുകയാണ്, വി ആർ ജസ്റ്റ് സ്റ്റോപ്പിങ് ആൻഡ് വി ആർ മൂവിങ് എവേ. മതി, എനിക്കിതിൽ താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എൻഗേജിങ് എനി സച്ച് ടൈപ്പ് ഓഫ് മോക്കിംഗ് അറ്റ് മീ എന്നുള്ളത്. എന്നെ പരിഹസിക്കാൻ ഞാനങ്ങനെ നിന്ന് കൊടുക്കുന്നില്ല. കാരണം എനിക്കും ആത്മാഭിമാനം എന്നുള്ളതുണ്ട്. എന്തിലും ആവാം പരിഹാസം കേട്ടോ. ബോഡി ഷേമിംഗ് ആയിട്ട് പരിഹാസം വരാം, നമ്മുടെ തൊഴിലില്ലായ്മയായിട്ട് വരാം, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിനെ പറ്റി പരിഹസിക്കപ്പെടാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പരിഹാസം കേട്ടത് ഇങ്ങനെയാണ്, വയ്യ എന്ന് പറയുമ്പോൾ അതിനും പരിഹസിക്കുന്നു. നമുക്ക് വയ്യ, നമ്മൾ അസുഖമുള്ള ഒരാളാണ്, വ്യക്തിയാണെന്ന് പറയുമ്പോൾ അതും ആൾക്കാർ പരിഹസിക്കാനുള്ള ടൂളായി ഉപയോഗിക്കുന്നു. സോ വെർ ഇസ് എംപതി ഇൻ വൺ പേഴ്സൺ. ഒരാളിൽ എംപതി ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം എംപതി ചെയ്യാൻ, മറ്റുള്ള ആളുടെ വിഷമത്തിൽ പങ്കുചേരുക, അല്ലെങ്കിൽ നമ്മളതിൽ എംപതൈസ് ചെയ്യുക എന്നുള്ളത് കുറേ പേര് മറന്നുപോയിട്ടുള്ള കേസാണ്. ഒരു അസുഖം വരുമ്പോൾ പോലും നമുക്ക് വയ്യ, നമ്മൾ മരുന്ന് കഴിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ദർ ഇസ് സംതിങ് ദർ ദ അതർ പേഴ്സൺ ടു മോക്ക് അറ്റ് യു. നമ്മളെ പരിഹസിക്കാനായിട്ട് അവർക്കൊരു ടൂള് കിട്ടി, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് നമ്മളെ താഴ്ത്തുക എന്നുള്ളത്. ചിലപ്പോൾ അപ്പുറത്തെ ആൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും പരിഹസിക്കുന്നത്. അതുപോലെ അപ്പുറത്തെ ആൾ നല്ല റിച്ച് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മൾ റിച്ച് അല്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത്. അപ്പുറത്തെ ആൾക്ക് നല്ല ജോലി ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നത്. അപ്പുറത്തെ ആൾക്ക് നല്ല ഫിറ്റ് ബോഡി ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം നമ്മൾ ഫിറ്റ് ബോഡി ഇല്ലാത്ത ആളെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് അല്ലേ. സോ വാട്ട് ഈസ് ലാക്കിങ് എന്നുള്ളത് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. അയാൾ പറയുന്ന വേർഡ്സ് നമ്മൾ പെട്ട് കരഞ്ഞ് വിഷമിച്ചിരുന്നാൽ വാട്ട് ഈസ് ദാറ്റ്? വി ആർ എഗ്രീയിങ് വിത്ത് ഹിം ഓർ ഹെർ അല്ലേ. സോ സ്റ്റോപ്പ് ദെയർ, പോസ് and try to communicate, I am not feeling happy with what you said. കുറച്ച് നേരം, നിങ്ങൾ ഡയറക്റ്റ്ലി ആണ് പരിഹസിക്കപ്പെടുന്നതെങ്കിൽ കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്യുക. അതിനുശേഷം അയാളുടെ മുഖത്ത് നോക്കുക, എന്നിട്ട് പറയാം, ഓക്കെ, ഐ ആം ആക്സെപ്റ്റിങ് ഇറ്റ്. നിങ്ങൾ പറയുന്ന ഒരു വിചിത്രമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ.
എനിക്ക് വയ്യ എന്ന് പറയുമ്പോഴും നിങ്ങൾ എന്നെ പരിഹസിക്കുന്നല്ലോ, അതൊരു വിചിത്രമായ കാര്യമാണ് കേട്ടോ. കുറച്ച് സാഹിത്യപരമായി പോവില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫില്ലിംഗ് സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി അയാൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് മൂവ് അവേ ഫ്രം ദ സിറ്റുവേഷൻ. ദാറ്റ് ഈസ് ദ ബെറ്റർ തിങ്. പരിഹാസം എവിടെയും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? പരിഹാസത്തിന് പാത്രമായിട്ടുള്ളവരാവാം. ഒരുപക്ഷെ നമ്മൾ പരിഹസിക്കാൻ താല്പര്യമില്ലാത്തവരുമായിരിക്കാം. നമ്മുടെ അതൊരു ഹാബിറ്റല്ല. സോ മൂവ് അവേ ഫ്രം സച്ച് സിറ്റുവേഷൻ. പ്രത്യേകിച്ച് സെൻസിറ്റീവായിട്ടുള്ള ആളുകളാണ് ഇമോഷണലി ഭയങ്കര ഡൗൺ ആവാം പരിഹാസം കേൾക്കുമ്പോൾ. സോ ബി ബോൾഡ് ആൻഡ് സ്ട്രോങ് എനഫ്. നമ്മൾ പ്രതികരിച്ചില്ലെങ്കിലും നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയാണ്ട് ആ ഒരു സിറ്റുവേഷൻ ഭംഗിയായി ഹാൻഡിൽ ചെയ്യുക. സ്റ്റേ ഹാപ്പി ഓൾവേസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ജിത.